ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ചിക്കൻ ഉണ്ടാക്കിയാലോ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പറുദീസ ചിക്കനാണ്. അതിനു വേണ്ടി നമ്മളിതാ ഫുൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതാ ചിക്കനെല്ലാം നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഒരുപാട് വലിയ സൈസിലുള്ള ചിക്കൻ അല്ലാതെ കുറച്ച് ചെറിയ ചിക്കനാണ് നല്ലത്. അതിനായിരിക്കും നന്നായി ടേസ്റ്റ് ഉണ്ടാവുക. അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതുപോലെ നമ്മൾ ഫോർക്ക് എടുത്തിട്ട് കുത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഇതുപോലെ കുത്തിട്ട് കൊടുക്കണം. കാരണം ഉള്ളിലേക്ക് മസാല നന്നായിട്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്. അത് നന്നായി വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുക്കണം. കാഷ്യൂസ് ഇല്ലെങ്കിൽ നമ്മൾ ഇതിന് പകരമായിട്ട് ഫ്രഷ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചിക്കൻ റെഡിയാക്കുന്ന പാത്രം തന്നെ എടുക്കുക. അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് ക്യാപ്സിക്കം, പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായി അരിഞ്ഞെടുത്ത് മല്ലിയിലയും പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കുക. ഓരോ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അതുപോലെ തന്നെ കാശ്മീരി ചില്ലിയാണ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അധികം എരിവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, നന്നായി റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടും. പിന്നെ കുറച്ച് കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മന്തി മസാലയാണ്. മന്തി മസാല ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറേബ്യൻ മസാല ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് ഒരു ചിക്കൻ സ്റ്റോക്കും. മാഗി ക്യൂബിൽ കുറച്ച് ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വിനീഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനീഗർ ആഡ് ചെയ്യുന്നത്. പിന്നീട് കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കണം. ഇതാണ് നമ്മുടെ ചിക്കൻ്റെ മസാല വരുന്നത്. ഒരുപാട് സ്പൈസി ആക്കിയിട്ടല്ല ഞാനിവിടെ മസാല എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള സ്പൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി കൂടുതൽ, അതുപോലെ തന്നെ പച്ചമുളക് ഇട്ടത് അതൊരു 2 പച്ചമുളക് കൂടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് മസാല ഉള്ളിലും പുറമെയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഈ ചിക്കൻ നമ്മൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ലെങ്കിൽ തന്നെ നമ്മൾ വിനീഗർ കുറച്ചുകൂടി കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. മസാല എല്ലാ ഭാഗത്തും ഫില്ലായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മുട്ടയാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇതുപോലെ കാടമുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാല എല്ലാം പിടിച്ച ആ കാടമുട്ടയ്ക്ക് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുകയാണ്. ആ പാനിന് ഒരു മൂടി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ ഇതുപോലെ വെള്ളവും അതിൻ്റെ എണ്ണയെല്ലാം വന്നത് കാണാം. അത് ഇങ്ങനെ മേലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ മസാല നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി വരും. അതിനുശേഷം നമ്മൾ ഇത് മറച്ചിട്ടിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. 15 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ പിന്നെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ചിക്കൻ കുക്ക് ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഈ ഗ്രേവി ഡ്രൈ ആവുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടിയിലെ വെള്ളമെല്ലാം വറ്റി ഒരു തിക്ക് ഗ്രേവി ആക്കി എടുക്കണം. അല്ലെങ്കിൽ ലൂസായിട്ടുള്ള ഗ്രേവി ആണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ എടുക്കാവുന്നതാണ്. ഒരുപാട് ഗ്രേവീൻ്റെ ആവശ്യമില്ലെങ്കിൽ നമ്മൾ നല്ല ഡ്രൈ ആക്കി എടുക്കാം. ഇതിന് ശേഷം നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ കാഷ്യൂസ് അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ തന്നെ നമ്മൾ അടിയിലെ മസാലയ്ക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫൈനലി നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ ഇതാണ്. എല്ലാ ഭാഗത്തും നന്നായി മസാലയെല്ലാം പിടിച്ച് ഇതുപോലെ ഇരിക്കുന്നുണ്ട്. ഈ ചിക്കൻ നമ്മൾ കടികൾക്ക് മാത്രമല്ല ചോറിനും ബെസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. പൊറോട്ടയും ചോറാണ് എടുത്തിരിക്കുന്നത്.
ഒരുപാട് മസാലകളോ കുത്തുന്ന ഫ്ലേവറോ ഒന്നുമില്ല. ചിക്കൻ വേവോ എന്ന് എല്ലാവർക്കും ഭയങ്കര സംശയമാണ് ഫുള്ളായിട്ട് എടുക്കുമ്പോൾ. ഇതാ നമ്മൾ എല്ലിന്നൊക്കെ ഇതുപോലെ വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ പറുദീസ ചിക്കൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.